സൗദി അറേബ്യയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് പ്രതിസന്ധി രൂക്ഷം. ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും ഉയർന്നു. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളാണ് നിലവിലെ പ്രധാന പ്രതിസന്ധി. സൗദിയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 10% പുതിയ സാഹചര്യത്തിൽ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. യുദ്ധം ആരംഭിച്ചതു മുതൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും ഉയർന്നിട്ടുണ്ട്. ഇന്ന് ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $97 സൗദിയിലെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനിന് നേരുണ്ടായ പണിമുടക്കുകൾ പ്രതിദിന ഉൽപാദനത്തിൽ 6 ലക്ഷം ബാരലിന്റെ കുറവുണ്ടാക്കിയതായാണ് വില വർധനവിന് കാരണമായത്. ആ ആഴ്ചയുടെ തുടക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിനെ തുടർന്ന് എണ്ണവിലയിൽ 10% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും പുതിയ സംഭവവികാസങ്ങൾ വിപണിയെ വീണ്ടും അസ്ഥിരമാക്കിയിരിക്കുകയാണ്. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തന്നെയാണ് നിലവിലെ പ്രധാന പ്രതിസന്ധി. സൗദിയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 10% പുതിയ സാഹചര്യത്തിൽ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചെങ്കടൽ വഴിയുള്ള കയറ്റുമതിയിലെയും ഈ പൈപ്പ് ലൈൻ തകരാറുകൾ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്. വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും എണ്ണ വിതരണത്തിലെ സുരക്ഷാ ഭീഷണികൾ പൂർണ്ണമായും നീങ്ങിയിട്ടില്ലെന്നതിന്റെ സൂചന തന്നെയായിരുന്നു വിപണി നിരീക്ഷകർ ഇതിനെ കണ്ടത്. അടുത്ത ദിവസം ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന അമേരിക്ക ഇറാൻ ചർച്ചകളിലേക്കാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ തന്ത്രപ്രധാനമായ പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ പദവി സംബന്ധിച്ചാകും ചർച്ചയിലെ പ്രധാന തീരുമാനങ്ങൾ. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് ഇറാൻ തടസ്സം സൃഷ്ടിക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് എണ്ണവിലയിൽ വലിയ തോതിലുള്ള ചാഞ്ചാട്ടമാണ് അനുഭവപ്പെടുന്നത്. വിതരണത്തിലെ അനിശ്ചിതത്വവും നിയന്ത്രണ നീക്കങ്ങളും കാരണം പ്രതിദിന വിലയിൽ ശരാശരി $9 മുകളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. ഇറാനുമായുള്ള കരാറിൽ ശുഭവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ എണ്ണ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആഗോള വിപണിയെ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.